ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടാണ് ഇഡിയുടെ റെയ്ഡ് വിവിധയിടങ്ങളിലായി പുരോഗമിച്ചു വരുന്നത്. തിരുവനന്തപുരത്തും കൊച്ചിയിലും അടക്കം ഇപ്പോൾ പരിശോധന പുരോഗമിച്ചു വരുന്നു. പ്രതികളുടെ വീട്ടിലടക്കമാണ് പരിശോധന നടക്കുന്നത്. തിരുവനന്തപുരത്തെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും അതുപോലെ തന്നെ പുറത്ത് സംസ്ഥാനത്തിന് പുറത്ത് അതിൽ ബെല്ലാരിയിലെ ഗോവർദ്ധന്റെ ബെല്ലാരിയിലെ വീട്ടിൽ ഉൾപ്പെടെ പരിശോധന നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സിജോ വി ജോൺ കൂടുതൽ വിവരങ്ങൾ നൽകും. സിജോ, ഇഡിയുടെ പരിശോധന ഇപ്പോൾ എത്ര മണിക്കൂർ പിന്നിടുകയാണ്? ഇതിപ്പോൾ എവിടെയൊക്കെ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ എവിടെയൊക്കെ പരിശോധന ഇപ്പോൾ നടന്നു വരുന്നുണ്ട്? എന്താണ് പുതിയ അപ്ഡേറ്റ്സ്? 21 ഇടങ്ങളിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. 3 സംസ്ഥാനങ്ങളിലായി നടക്കുന്നു. കേരളത്തിന് പുറമെ തമിഴ്നാട്, അതോടൊപ്പം തന്നെ കർണാടക എന്നിവിടങ്ങളിലാണ് പരിശോധന. അപ്രതീക്ഷിതമായ ഒരു നീക്കമായിരുന്നു, തീർത്തും ആസൂത്രിതമായ ഒരു നടപടിയായിരുന്നു ഇഡി നടത്തിയത്. ഒരേ സമയം ഈ 21 ഇടങ്ങളിലും പരിശോധനയ്ക്ക് സംഘം എത്തുന്നു. ചിലയിടങ്ങളിൽ പരിശോധന ആരംഭിക്കാൻ കുറച്ച് വൈകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുളിമാത്തുള്ള വീട്ടിൽ രാവിലെ തന്നെ സംഘം എത്തി. വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല. അത്തരം പരിശോധന നടപടികളിലേക്ക് അപ്പോൾ വന്ന ഉടനെ തന്നെ അന്വേഷണ സംഘത്തിന് കടക്കാൻ സാധിച്ചിട്ടില്ല. ആളുകൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ അപ്പോൾ തന്നെ ഇൻഫോം ചെയ്ത് പരിശോധന നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്നലെ കണ്ടതാണ്, ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ ചില വിവരങ്ങളാണ്, അല്ലെ പരാമർശങ്ങളാണ് ഉത്തരവിലുണ്ടായിരുന്നത്. ഈ ദ്വാരപാലക ശില്പവും കട്ടളപ്പാളിയും മാത്രമല്ല, കഴിഞ്ഞ 20 വർഷത്തെ ഇടപാടുകൾ പരിശോധിക്കണം എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അതിന്റെ ഒരു വ്യാപ്തി എത്രത്തോളം ഉണ്ട് ഈ തട്ടിപ്പിനെ സംബന്ധിച്ച് അറിയാം, നമുക്ക് വ്യക്തമാകുകയും ചെയ്യും. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഗൗരവം കൂടി ഇത്തരം പരിശോധനകളിലേക്ക് ഉണ്ടെന്ന് നമുക്ക് കണക്ക് കൂട്ടണം. കാരണം ഈ പ്രതികളുടെ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച് വിശദമായ അന്വേഷണത്തിലേക്ക് ഇഡി കടക്കുകയാണ്. കള്ളപ്പണം ഇവിടെ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്ന് സംബന്ധിച്ച് പ്രാഥമികമായ വിവരം ഇഡിക്ക് ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ECIR രജിസ്റ്റർ ചെയ്യുന്നത്. നമ്മൾ സാധാരണ പോലീസ് FIR രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഇഡി സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട കേസുകൾ ECIR ആണ് രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം ഇത് കോടതിയെ നേരിട്ട് റിപ്പോർട്ട് ചെയ്യാൻ മറ്റു കാര്യങ്ങളോ ഇല്ല. ഇതിന്റെ തുടർ നടപടികളിലേക്ക് വളരെ വേഗത്തിൽ തന്നെ ഇഡിക്ക് കടക്കുകയും ചെയ്യാം. അതിന്റെ ഒരു കാര്യം, അതിന്റെ ഭാഗമായി കൂടിയാണ് ഇപ്പോൾ പരിശോധനകളിലേക്ക് ഇഡി കടക്കുകയും ചെയ്തിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട പ്രതികളുടെ വീടുകളിൽ നേരിട്ടെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ പത്മകുമാറിന്റെ പത്തനംതിട്ടയിലുള്ള വീട്ടിൽ പരിശോധന നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ, ഞാൻ നേരത്തെ പറഞ്ഞ പുളിമാത്തുള്ള വീട്ടിൽ പരിശോധന നടത്തുന്നുണ്ട്. N വാസുവിന്റെ പേട്ടയിലുള്ള വീട്ടിൽ പരിശോധന നടത്തുന്നുണ്ട്. കേരളത്തിൽ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ അവിടെയാണ്. അതോടൊപ്പം തന്നെ മുരാരി ബാബുവിന്റെ തിരുവല്ലയിലുള്ള വീട്ടിലും പരിശോധന നടത്തുന്നു. ഒപ്പം തന്നെയാണ് കേരളത്തിന് പുറത്ത് ഇപ്പോൾ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലാണ് ഈ സ്വർണം കൊണ്ടുപോയി അത് ഉരുക്കി പിന്നീട് അത് ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായിട്ടുള്ള ഗോവർദ്ധന് നൽകിയിരിക്കുന്നത്. ആ സ്മാർട്ട് ക്രിയേഷൻസിൽ ഇപ്പോൾ പരിശോധന നടക്കുന്നു. ബെല്ലാരിയിലുള്ള ഗോവർദ്ധന്റെ വീട്ടിലും പരിശോധന നടത്തുന്നത്. അങ്ങനെ 3 സംസ്ഥാനങ്ങളിലായിട്ടാണ് 21 ഇടങ്ങളിൽ പരിശോധന നടക്കുന്നത്. എന്തായാലും ഈ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം സ്വാഭാവികമായി ഈ പ്രതികളുടെ വീട്ടിൽ മാത്രമല്ല അവരുടെ ബന്ധുക്കളുടെ വീട്ടിൽ ഉൾപ്പെടെ പരിശോധന നടക്കുന്നുണ്ടോ? പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നതെന്നാണല്ലോ വിവരങ്ങൾ. അതെ, അങ്ങനെ ഇവരുടെ ബന്ധുക്കളുടെയും അതോടൊപ്പം തന്നെ ഇവരുടെ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. കാരണം ഈ കള്ളപ്പണ ഇടപാടുകൾ നടത്തിയതിനു ശേഷം ഇപ്പോൾ കള്ളപ്പണം ഇടപാടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അത്തരം ഇടപാടുകളിലൂടെ വസ്തുവകളൊക്കെ വാങ്ങിക്കൂട്ടുന്നതെന്ന് പറയുന്നത് ഇവരുടെ ബന്ധുക്കളുടെയൊക്കെ പേരിലായിരിക്കും. അപ്പോൾ പല രേഖകളിലും അത്തരത്തിലുള്ള ചില ഇടപാടുകൾ ഈ പ്രതികൾ അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഉൾപ്പെടെയുള്ളവരായി നടത്തിയതായിട്ടുള്ള തെളിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പലരുടെയും സുഹൃത്തുക്കളുടെയൊക്കെ ബിസിനസ് സ്ഥാപനങ്ങളിൽ, ബിസിനസ് ഇടപാടുകളിൽ ഇവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള വിവരവും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചും വ്യക്തികൾ കേന്ദ്രീകരിച്ചുമുള്ള അന്വേഷണവും ഈ ഘട്ടത്തിൽ നടക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് ഇഡി നടത്തിയിരിക്കുന്നത്. ഈ ഓരോ സ്ഥലങ്ങളും സ്പോട്ട് ചെയ്യുക, അതിനുശേഷം കൃത്യമായി ഓരോ സ്ഥലങ്ങളിലും പറഞ്ഞു നിശ്ചയിച്ച പ്രകാരം എത്തുക. ഇഡി സംഘം അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും അതിന്റെ ആളുകളെ അസൈൻ ചെയ്തു. അതിനുശേഷം ആ സ്ഥലം ടാർഗറ്റ് ചെയ്ത് ഇന്ന് രാവിലെ തന്നെ കൃത്യസമയത്ത് വരുന്നു. അതിനുശേഷം ഒരേ സമയം ആ സ്ഥലങ്ങളിലിട്ട് വന്ന് റെയ്ഡ് നടപടികളിലേക്ക് സംഘം കടക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത് പറയുന്നത് ഇതിന്റെ രേഖകൾ പിടിച്ചെടുക്കുക, അതിനുശേഷം ഇവരുടെ ഈ സ്വത്ത് വകകളെ കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഇടപാടുകളെ കുറിച്ചുള്ള വിശദമായ പരിശോധനകളിലേക്ക് പോവുക. ഇവരുടെ അക്കൗണ്ട് മരവിപ്പിക്കാൻ നടപടി. അക്കൗണ്ട് ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് പ്രധാനപ്പെട്ട പ്രതികളുടെ അക്കൗണ്ട് SIT ഇടപെട്ട് തന്നെ മരവിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ അത് SIT ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് ഇഡി കടക്കുകയാണ്. കള്ളപ്പണ ഇടപാടിനെ കുറിച്ചാണ് പ്രധാനമായും ഇഡി പരിശോധിക്കുക.
സ്വാഭാവികമായും പ്രേക്ഷകർക്ക് ഒരു സംശയം ഉണ്ടാകാം. SIT വളരെ മികച്ച രീതിയിൽ അന്വേഷണം കൊണ്ടുപോകുമ്പോൾ എന്തിനാണ് ED അന്വേഷണം വന്നത്? SITയുടെയും EDയുടെയും 2 ലെവലിലുള്ള ഒരു അന്വേഷണമാണെന്ന് കൃത്യമായി മനസ്സിലാക്കണം. ശബരിമലയിലെ സ്വർണം കൊണ്ടുപോയി അതിൽ നിന്ന് പണം തട്ടിയെടുത്തു എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായി SIT പരിശോധിക്കുന്നത്. അതെങ്ങോട്ട് കൊണ്ടുപോയി, ആ സ്വർണം എവിടെ, ആരൊക്കെ ഇതിന് കൂട്ടുനിന്നു തുടങ്ങിയ കാര്യങ്ങൾ. പക്ഷേ ഈ EDയുടെ അന്വേഷണം എന്ന് പറയുന്നത് ഈ പ്രതികളുടെ കള്ളപ്പണ ഇടപാടുകളെ കുറിച്ചാണ്. ഈ സ്വർണ്ണക്കൊള്ള മാത്രമല്ല, അതിനപ്പുറത്തേക്ക് അവർ നടത്തിയിട്ടുള്ള മറ്റു ഇടപാടുകളെ കുറിച്ചും വിശദമായ അന്വേഷണത്തിലേക്ക് ED കടക്കുകയും ചെയ്യുകയാണ്.